നമസ്കാരം. നീര മത്സരത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരുപാടായില്ലേ സംസാരിച്ചിട്ട്? ഒരുപാടായി. വേനലിന്റെ ചൂടോ സ്കൂൾ കൂട്ടിയ സമയമാണ്. ഇഷ്ടംപോലെ പറയാനുണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അല്ല, ഇപ്പോഴത്തെ സ്കൂൾ കൂട്ടിയ പോലെ ഉണ്ടല്ലോ നമ്മളെ സമയത്ത്. സ്കൂൾ കൂട്ടുക ഇപ്പൊ സ്കൂള് കുട്ടിയാലും കൂടുന്നില്ലല്ലോ. കുട്ടികൾക്ക് കൂടുന്നില്ല. അതെ അതെ അതെ. അന്നേരം വേറെ പരിപാടി ഒന്നുമില്ല. ശരിക്കും നമ്മള് അവധിക്കാലം ആസ്വദിക്കാനേ അപ്പൊ നമുക്ക് സമയം കിട്ടും. ഇപ്പൊ കയ്യിൽ ഒരു കോലം ഉള്ളത് കൊണ്ട് അതിനകത്താണല്ലോ സമയം. കുട്ടികൾക്ക് നടന്നല്ലേ പോണേ. ഇപ്പൊ കുട്ടികൾക്ക് മുറ്റത്തുനിന്ന് കയറിയിട്ട് സ്കൂളിന് മുറ്റത്ത് പോയി ഇറങ്ങും. അതെ, നടന്നങ്ങനെ പോയി ഒരുപാട് നേരം അതിങ്ങനെ കഥ പറഞ്ഞ് ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോ അവിടെ നിൽക്കും. അവിടെ നിന്നൊരു വർത്താനം പറയും. അതെ, വേറെ ആൾക്കാരെ കാക്കാൻ വേണ്ടിട്ട്. അതെ, അതുകൊണ്ടെന്താ നമുക്ക് നാട്ടിടവഴിയും പിന്നെ ചെടികള് തിരിച്ചറിയായിരുന്നു. പൂക്കളും. ഇപ്പൊ മാവ് വരെ അറിയില്ല. മാങ്ങ ഉണ്ടാവണ മരം, തേങ്ങ ഉണ്ടാവണ മരം, അങ്ങനെയൊക്കെയാ പറയാ. കൊറേ അനുഭവങ്ങള്. കൈ അല്ല, കൊട്ടക്കായി അല്ലേ? അല്ല, അമ്പലത്തിലൊക്കെ കാണുന്ന സാധനം ചവർപ്പാണ്. അതെ, ആ പറിച്ചു തിന്ന പാണലിന്റെ പഴം അല്ലേ? ആ, പാണലിന് നല്ലൊരു റോസ് നിറാവും പഴുക്കുമ്പോ. അത് നല്ല രസമാണ് പാണൽ. പിന്നെ കൊങ്ങിണി, നമ്മള് അരിപ്പൂ എന്ന് പറയണതിന്റെ അത് പറിച്ചു തിന്നും. മുള്ളിന്റെ കൂമ്പ് ഏത് കൊങ്ങിണി ആ പറിച്ചു തിന്നും. പിന്നെ അതെ, തേടിച്ച് തന്നെയാണല്ലേ. അതെ, മനോഹരം. ഇപ്പൊ അത് വീട്ടിന്റെ ഭയങ്കര ഒരു അലങ്കാര ചെടിയായി. കാശൊക്കെ കൊടുത്ത ആൾക്കാർ മേടിക്കണ്ടായിട്ട് ചെറിയ രൂപങ്ങൾ. എല്ലാത്തിന്റെ മിനിയേച്ചർ ഉണ്ട്. ലോകം തന്നെ മിനിയേച്ചർ, ഓരോ കുടുംബം മിനിയേച്ചറിലേക്ക് വരില്ലേ. അപ്പൊ അവർക്ക് അത് തന്നെ അതെ, പേടിയില്ല. പക്ഷെ അന്ന് പറമ്പെന്ന് പറിച്ചിരുന്നാലും പിന്നെ നമുക്ക് ഭയക്കാനില്ല. പിന്നെ വിഷാണെന്നും അറിയാം. അങ്ങനെയുണ്ട്. ഇതില് ചിലപ്പൊക്കെ നെഗറ്റീവ് ആവുമല്ലോ. അതും നമ്മൾ അറിയണ്ടേ. കുട്ടികളെ പറഞ്ഞിട്ട് അല്ല. വിഷക്കായ, ഒരു ബൊമ്മക്കായ പറഞ്ഞിട്ട് കായ ഉണ്ടായിരുന്നു. അതിങ്ങനെ നുള്ളി തെറിച്ച് നോക്കി അതിനുള്ളിൽ കണ്ണു നോക്കൊക്കെ ആയിട്ട് പോലുള്ള കായ. പിന്നെ നെറ്റിയിൽ നമ്മളിങ്ങനെ പൊട്ടിക്കും. അത് ആയുർവേദത്തിന്റെ ഒരു ചെടിയ, നെറ്റങ്ങ, തക്കാളിയുടെ ഇല പോലെയുള്ള. നല്ല രസമാണ് അത്. ഞാനതിന്റെ ഒരു പിന്നെ എന്താ പറയാ എയർ കുടിക്കുന്നത്. അതിങ്ങനെ നെറ്റി പെട്ടെന്നായിട്ട് ഞങ്ങള് പറയും. ശരിക്കും ഇത്തരം അനുഭവങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടണില്ല. കാരണം ഇത് തന്നെയാണ്, യാത്ര പഠിക്കുന്ന. നമ്മള് സ്കൂളിലെ കുട്ടികളോട് എവിടേക്കാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഉള്ളിടത്തേക്ക് അവർ വിടുള്ളൂ. അമ്മയ്ക്കൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കേണ്ട ഇതുള്ളെങ്കിലും അവർക്ക് വാഹനം വേണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നഷ്ടമാകുന്നു എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ മുതിർന്നവരത് അറിയണം. നാട്ടുകാരെയും കാട്ടിലും പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ട എല്ലാം പുസ്തകം. അതെ, ഇപ്പൊ തെങ്ങ് ഏതാന്ന് പഠിക്കണോന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ അടിച്ച തെങ്ങിന്റെ ചിത്രമൊക്കെ കിട്ടും. പക്ഷെ അതിന്റെ മണം ഒന്നും കിട്ടില്ലല്ലോ. അതാണ് അറിയില്ല. മാങ്ങാനാറി എന്ന സാധനം പറയുമ്പോ മാങ്ങാറി പാടവരമ്പത്ത് ശരിക്കും അതുകൊണ്ട് സ്ലേറ്റ് മാറ്റി നമുക്ക് പൊട്ടുന്ന സ്ലേറ്റ് ആയിരുന്നില്ലേ. മണവും കൂടി കിട്ടും, വൃത്തിയാവുകയും ചെയ്യും. അതെ, കഞ്ഞുണ്ണി. പിന്നെ പനിക്കൂർക്കന്റെ ഒരു വെറൈറ്റി ഉണ്ട് സ്ലേറ്റ് മായ്ക്കണേ. ഇലമുളച്ചി. അതൊക്കെ നമ്മള് ബാഗില് ഒരു മഷിത്തണ്ടോ ഇലമുളച്ചിന്റെ ഒരു ഇലയോ നമ്മളത് അല്ലേ, കൊത്തങ്കല്ലുണ്ടാവും അല്ലെ. റബ്ബറൊന്നും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. റബ്ബറൊന്നും എന്റെ ബോക്സിലുള്ളതായിട്ട് അല്ലേ. രണ്ടറ്റം പൊറപ്പിക്കാൻ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും കുറ്റി പെൻസിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. നല്ല സൗന്ദര്യമാണത്. അതിങ്ങനെ ഒട്ടിച്ചു വെച്ച് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത്. അതെ, അതെന്തൊരു രസമായിരുന്നു ആ കാലത്ത്. എല്ലാവർക്കും ഈ സൂക്കടം ഒരുപോലെയല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടിലും ഈ തീപ്പെട്ടി ശേഖരിക്കുക. ഞങ്ങള് പിന്നെ സിഗരറ്റിന്റെ കൂട് ശേഖരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു അല്ലെ, അതിന്റെ ഒരു ചതിപ്പ് മനസ്സിലേക്ക് വരുന്നത്. അതെ,
എന്നിട്ട് അതിങ്ങനെ കൊളുത്തി കൊളുത്തി ഒരു ഇങ്ങനെ വളപ്പ് അതോ അതിന്റെ ഒക്കെ ഒരു എന്താ വിളക്കത്തിങ്ങനെ കാണിച്ച് തുണിയൊക്കെ കൂട്ടിപ്പിടിച്ചൊരു പ്രത്യേക പോസ്റ്റർ. അതെന്തായിരിക്കും എല്ലാ വീട്ടിലും ഈ മഷിക്കുപ്പിക്ക് അല്ലെ ഒരു മഷിക്കുപ്പി വിളക്കാണ്, മണ്ണെണ്ണ മഷിക്കുപ്പി വിളക്കാണ്. എന്താവോ അല്ലെ, അതിന്റെ ബേസ് ഒക്കെ വലുതായതുകൊണ്ടായിരിക്കും. കനമുണ്ട് ഒന്നുകൂടി അല്ലേ, കനമുള്ള ജില്ലാണ്. വിളക്ക് തേച്ച് കഴുകുക. പൊട്ടും. ഈ വാതിലിന്റെ അവിടെയൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടുണ്ട്. കല്യാണ ഫോട്ടോയും ചുമരിൽ ഇങ്ങനെ ഒരു പടി എന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇപ്പൊ. അതെ സെറ്റാക്കല് അത് പെൺകുട്ടികളെ കളിയാണ് അധികവും അല്ലേ. അതെ വറുത്ത് തിന്നുക, പുളിങ്കുരു ഒക്കെ കുട്ടിയൊക്കെ അറിയാവോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ക്ലാസ് ചെയ്ത് വായിട്ടുണ്ടെങ്കിൽ ഉണ്ടാതിരിക്കുന്നത് ഇടയ്ക്ക് വായിട്ട് വിലങ്ങനെ വെച്ചിട്ടൊരു കടി കുതിർന്ന് കഴിയുമ്പല്ലേ ശബ്ദം കേൾക്കും. അതെ, നെല്ല് അങ്ങനെ വിലങ്ങനെ വെച്ച് കൊറിക്കാന്ന് പറയും, അതറിയോ? നെല്ല് കൊറിക്കുമ്പോ പിന്നെ വിളഞ്ഞ പാടത്തിൽ കൂടി പോകുമ്പോ ഞങ്ങള് നെല്ലൂരി അച്ഛൻ ചീത്ത പറയും, നെല്ലൂരി കുറിക്കരുതെന്ന് പറഞ്ഞിട്ട്. അല്ല ഇത് വിളഞ്ഞു തന്നെ, അത് ഒരു പ്രത്യേക ഒരു നെക്ക് വേണം പല്ലിന്റെ ഇടയിൽ, അത് നമ്മളിങ്ങനെ ഇങ്ങനെ നിർത്തണം. എന്നിട്ട് മെല്ലെ മെല്ലെ ഒന്ന് കടിക്കുമ്പോ അതിന്റെ ഉമ്മി അങ്ങോട്ട് പോയിട്ട് ഇത് ആർക്കെങ്കിലും അറിയാവോ നമ്മളിങ്ങനെ പറയും. അപ്പൊ ആ ഉമ്മി അങ്ങോട്ട് പോകും, ആ അരി നമുക്ക് കിട്ടും. അതൊരു രസാണ് നെല്ല് കുറിക്കല്. പാല് കുടിക്കാനല്ലേ. അതെ അതെ, ഇതൊക്കെ നടന്നു പോയാലേ പറ്റുള്ളൂ. സ്കൂള് ഞണ്ടിന്റെ രൂപം ഇപ്പത്തെ കുട്ടികൾക്ക് അറിയോ? ഞണ്ട് ഫ്രൈ അറിയണ്ടാവുന്നുള്ളൂ. അതെ, കാര്യം ഇതൊക്കെ ഇല്ലേ കാണുള്ളൂ. ഞണ്ടിന്റെ ഓട്ടയിലേ പിന്നെ വയലിലെ ഓട്ടയില് ഒരു തരം പുല്ല് ഇങ്ങനെ കുടുക്കിട്ടിട്ടിട്ട് ഞണ്ടിനെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഏട്ടന്മാരൊക്കെ ഒരു പ്രത്യേക തരം പുല്ലാണത്. അത് കുടിക്കുക ഞണ്ടിന്റെ ഓട്ടയിലേക്ക് ഇങ്ങോട്ട്. അപ്പൊ ഞണ്ടിനെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ തിന്നാനൊന്നല്ല, അത് വെറുതെ ഒരു രസമാണ്. ഈ പച്ചക്കറിയൊക്കെ പാലിട്ടിട്ടില്ലേ, ഇളക്കിയിട്ടില്ലേ. ശരിയായിരിക്കും. അപ്പൊ ഇറുക്കും. അപ്പൊ കുറുക്കൻ ഇങ്ങോട്ട് പോരും. ഈ രസങ്ങളൊക്കെ ഇനിയിപ്പോ അല്ലേ ഇപ്പത്തെ കുട്ടിയൊക്കെ അറിയോ? പക്ഷെ നമ്മൾക്ക് കയ്യിൽ നിറയെ പുസ്തകം ഉണ്ടെങ്കിലും കൊട ഉണ്ടെങ്കിലും പെട്ടി വലിയ പണിക്കാർക്കുള്ളൂ, പണക്കാർക്കുള്ളൂ ഒരു അലുമിനിയത്തിന്റെ ഒരു ബോക്സ്. ഞാനൊക്കെ ഇങ്ങനെ തന്നെ പിടിച്ചിട്ടാണ് വലിയൊരു ഇലാസ്റ്റിക് ഇട്ടിട്ട്. അപ്പൊ പോലും ഒരിക്കൽ പോലും കയ്യിൽ നിന്ന് പുസ്തകം പോയിട്ടില്ല. അതിന്റെ മേലെയുള്ള ഇപ്പൊ മഴയത്ത് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ റബ്ബർ ബാൻഡിന്റെ മേലെയുള്ള പാത്രം, സ്റ്റീലിന്റെ പാത്രം പോലും വീണിട്ടില്ല. അതെ അപ്പോഴും ഞാനെന്റെ ബാഗിൽ പുസ്തകം കൊണ്ടുപോയി ഓർമ്മ തന്നെ ഇല്ല. അതെ അതെ, പൂ പോലുള്ള പെടച്ചില്ലേ അല്ലെ, പ്ലാസ്റ്റിക്കിന്റെ വീതിയുള്ള സാധനം. അതെ അതെ ബാഗ് കമ്പിയുടെ ഫ്രെയിം ഇട്ടിട്ട് ചതുരത്തിലെ പെട്ടി പോലെയുള്ള ഒരു ബാസ്കറ്റ് വള്ളി ഉണ്ടാവും അല്ലെ. അതൊക്കെ കിട്ടാന്നുള്ളത് എന്തൊരു മോഹമായിരുന്നു. പക്ഷെ മോഹങ്ങളൊന്നും പറയില്ല, നമുക്കതൊന്നും കിട്ടില്ല എന്നുള്ള തോന്നുന്നതുകൊണ്ട് പിന്നെ നമുക്കങ്ങനെ സങ്കടമില്ല. ഭൂരിഭാഗം പേര് ഇങ്ങനെയാണല്ലോ വരുന്നതും. ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞ് പഠിച്ച് വളർന്ന കാലാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് എന്തൊരു സുഖാണ്. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോണേ അല്ല, സ്കൂളിൽ വരും ഈ നാടോടികളെ പോലുള്ള ആളുകളെ. ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. സ്കൂളില് മേലെ കുട്ടീനെ കുത്തിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ താടിയിലും നിർത്തും. അതെ, ഈ വടീനറ്റത്തൊരു കുട്ടി ഉണ്ടാവും.
നെറ്റിന്റെ മേലെയൊക്കെ നെറ്റിന്റെ മേലെയൊക്കെ അതെ അതൊക്കെ ഒരു സർക്കസ്. മുടിയുടെ മുകളില് കല്ലിട്ട് വലിക്കുക, ജീപ്പ് വലിക്കുക പല്ലുകൊണ്ട്. ജീപ്പ് പിന്നെ നമ്മള് സർക്കസിൽ പോകുമ്പോഴാണ് അങ്ങനത്തെ ട്യൂബ് ലൈറ്റ് പൊടിച്ചിട്ട് അതിന്റെ മുകളിൽ കിടക്ക, ട്യൂബ് ലൈറ്റിന്റെ മേലെ കൂടി വണ്ടി കയറുക. സ്കൂളിൽ കാഴ്ച. സ്കൂളിൽ സിനിമ പ്രദർശനം ഉണ്ടായിരുന്നു പണ്ട്. സ്കൂളിലുണ്ടായിരുന്നു സിനിമ പ്രദർശനം ചുമരിലൊക്കെ. ഞാനൊക്കെ ആദ്യം സിനിമ കണ്ടത് അങ്ങനെയാണ്. ഈ പിന്നെ പ്രൊജക്ടറിനെ ആയിരിക്കല്ലോ വലിയ ചുമരിൽ ഇങ്ങനെ വെച്ചിട്ട്. പള്ളി സ്കൂളിലൊക്കെ സിനിമ പ്രദർശനം. അമ്മുവിന്റെ ആട്ടിൻകുട്ടി മരം. ഞാൻ കോളികളൊക്കെ അങ്ങനെ കണ്ടു, അധ്യാപികയും കണ്ടു. ഓപ്പൺ തിയേറ്ററില് രാത്രിക്കല്ലേ സിനിമ ഉണ്ടാവുക. അന്ന് കണ്ട ഓർമ്മയാണ്. ക്ലാസ് ഇങ്ങനെ മറക്കല്ലേ, മറ്റേ ഈ സ്ക്രീൻ വെച്ച് മറക്കണതല്ലേ. അപ്പൊ അതൊക്കെ നീക്കി കഴിഞ്ഞാൽ വലിയൊരു ഹോളായി. നാല് കുട്ടികളെ ഇരുന്നിട്ടാണ് ഈ സിനിമ കാണുന്നത്. ജനലെല്ലാം വെച്ചിട്ട് മരത്തിന്റെ പൊളിയാണ്. സ്കൂളിന്റെ പഴയ ഗേൾസ് എന്നല്ലേ. അതൊക്കെ നമ്മളിങ്ങനെ കൊതിച്ചിരുന്ന് കാണുമ്പോ, അല്ലെങ്കിൽ വിശന്നിരുന്ന് കിട്ടുമ്പോഴുള്ള ഒരു ആസ്വാദ്യതയാണ് അതിലൊക്കെ. ഓർത്തു പോകുമ്പോഴേ ശരിക്കും അത് വെറുതെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മകൾ പുറകെ ഇങ്ങനെ വരും പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവധിക്കാലം, ഇനിയിപ്പോൾ അവധിക്കാലം തുടങ്ങി ഇപ്പൊ ടീച്ചർമാര് പ്രവർത്തനങ്ങൾ വാട്സപ്പിൽ ഇട്ട് കൊടുക്കാണ്. ഇന്ന് ഇത്ര ചെയ്യണം, കുറച്ചേ ഉള്ളൂ എന്നാലും ഇന്ന് ഇത്ര ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതൊക്കെ ഫ്രീഡം ഇല്ലല്ലോ. നമ്മളെ കുട്ടിക്കാലത്ത് സ്കൂൾ അടച്ചാൽ പിന്നെ സ്കൂൾ അടച്ചു. പിന്നെ മലയും മാവിൻചോടും കശുമാവിൻചോടും കുട്ടിപ്പുര നിയമാണ്. അതെ, കുട്ടിപ്പുര അയലക്കാര് കൂടുമല്ലോ. അതെ, പഴയ സാരി, ചിരട്ട, കഴുങ്ങിന്റെ ഇത്. ഞങ്ങളെ കുട്ടിപ്പുര 4 പിന്നെ കഴുങ്ങിന്റെ അതിനിങ്ങനെ ഒരു അച്ഛൻ കാലതുണ്ട്. അച്ഛൻ സഹായിച്ചു തരും കെട്ടാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ കുറെ നേരം കുട്ടികൾ അവിടെ പോയിരുന്നോളുമല്ലോ. പിന്നെ കപ്പയും നെല്ലിക്കയും എല്ലാം എടുത്തോണ്ട് പോയിട്ട് അമ്മയും കുട്ടിയാവുക, വിരുന്നുകാര് ടീച്ചറാവുക. അതെ അതെ അതെ. പക്ഷെ ഡോക്ടറൊന്നും ആയി കളിച്ചിട്ടില്ല. അതെ, കിച്ചൺ സെറ്റ് എല്ലാം ഉണ്ട്. എന്താണ് അവരതിന്റെ ഒന്നും ഒറിജിനാലിറ്റി അറിയുന്നില്ല. എല്ലാം കൃത്രിമമായിട്ടുണ്ട്. കുട്ടികൾക്ക് അത്ഭുതങ്ങളില്ലല്ലോ. നമുക്കൊക്കെ എന്ത് കണ്ടാലും ഒരു അത്ഭുതം. അതെ, ഒരു വെള്ളാരങ്ങാലും കിട്ടിയാൽ നല്ല ഭംഗിയുള്ളതാണ്. അതെ അതെ അതെ. ഒരു കാക്കപ്പൊന്ന് ഉണ്ടായിരുന്നു പണ്ട് റോഡിൽ കൂടി നടക്കുമ്പോ. കാക്കപ്പൊന്ന് എന്ന് പറഞ്ഞൊരു സാധനം അറിയോ? നല്ല തിളങ്ങുന്ന അതിന്റെ അത് പൊടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നല്ല കട്ടിയാണ്. അത് എന്താണ് സാധനം എനിക്കറിയാം. അതൊരു പ്ലേറ്റ് പോലെ, പലക പോലെയാണ്. അത് ഇടയ്ക്കൊക്കെ കിട്ടും. അത് ഭയങ്കര ഒരു രസമാണ്. മഞ്ചാടി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെഴുകുരിക്കുന്ന പോലെയുള്ളത്. കശുമാവിന്റെ മേലെ ഈ പൊടുവണീന്റെ മേലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കൗതുകാണ് അല്ലേ? അതെ, ചാന്തുപൊട്ടിന്റെ രൂപത്തിൽ അതൊക്കെ മനസ്സിലായി. മെഴുകുരുകി ഒലിച്ചതുപോലെ തന്നെ. അതന്നെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങള്. പക്ഷെ അവ നമുക്ക് എന്തൊരു സന്തോഷമാണ് തരുന്നേ അല്ലേ? ഒരു കൂണ് മുളച്ചത് പറമ്പിൽ അങ്ങനെ കാണുമ്പോ തന്നെ അതെ, കിളിർത്ത പോലെ. തകര വളരെ പെട്ടെന്ന് അതെ മുളയ്ക്കുന്നേ. അതാണ് പെട്ടെന്ന് ഇന്നലെ ഇല്ലാതെ പെട്ടെന്ന് നിന്ന് വരുന്നതിന്. അല്ല അല്ല അല്ല, തകര കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ പറയണ പണ്ടത്തെ ഒരു ചെറുങ്ങന്റെ ഷേപ്പിലാണ്. അതിന്റെ തളിരാണ് എടുക്കുക. ആ തളിരിങ്ങനെ ചേർന്നാ നിൽക്കുക. അത് 2 എണ്ണം ഒരുമിച്ച് എടുത്തിട്ട് നടുക്കൊരു ഓട്ട ഉണ്ടാക്കി അത് ഇല കോർത്തിട്ട് ഞങ്ങള് മനോഹരമായ മാല ഉണ്ടാക്കും. അതറിയില്ലല്ലോ? ഇല്ല, ചൊറിച്ചിലൊന്നുമില്ല. കഞ്ഞിക്കൂർക്കല്ല ഈ തകര. പിന്നെ അതിന്റെ കട്ടുണ്ട്, കട്ടൊക്കെ കളഞ്ഞിട്ടാണ്. അതിനൊരു വള്ളി കായുണ്ട്. ഒരു പയർ വർഗത്തിൽപ്പെട്ടതാണല്ലോ.
ചില സാധനങ്ങൾ ചില പ്രദേശത്താണ് സുലഭമായിട്ട് കാണാം. തകര നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട്. തകരന്റെ വള്ളി കൊണ്ട് ഞങ്ങള് കായോണ്ടൊരു കളി കളിക്കായിരുന്നു. ഒരു കായ ഞങ്ങൾ പറിക്കും, ഒരു ചന്ദനത്തിരിന്റെ നീളവും വലിപ്പം ഉണ്ടാവും. ഒന്ന് വേറൊരാൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി അതിങ്ങനെ കോർത്തിട്ട് വലിക്കുക. അപ്പൊ പൊട്ടും, ഏതെങ്കിലും ഒന്ന് പൊട്ടണമല്ലോ. കൊളുത്തില്ല, ശരിക്കൊരു ഒരു കായാണ്, ഒരു മെലിഞ്ഞ ഒരു പയറ് പോലെ. രണ്ടാൾ കൂടി അത് പൊട്ടുവാണെങ്കിൽ പൊട്ടണോന്നല്ല, മറ്റവനാണ് സ്നേഹമുള്ളൂ എന്നാണ് പറയുന്നത് വലിക്കുമ്പോഴേ. അത് ഭയങ്കര രസമാണ് ആ ഓർമ്മകളൊക്കെ. ശരിക്കും ഇതൊക്കെ നമ്മൾക്ക് എഴുതി കൊടുക്കണം അല്ലേ? ഇനി എഴുതിയാലും പിന്നെ അവർക്ക് അതിന്റെ രുചി അല്ലെങ്കിൽ അതിന്റെ രസം മനസ്സിലാവോ വായിക്കണവർക്ക്? അതില്ലല്ലോ. കാരണം ഞാൻ പറയട്ടെ, ഒരു പുളി തിന്നാല് പുളി കഴിച്ചാൽ നമുക്ക് പുളി കാണുമ്പോഴേ നമുക്ക് വാരി വെള്ളം അല്ലേ? പുളി എന്താണെന്ന് അറിയാത്ത ആളുടെ മുന്നിൽ നിന്ന് പുളി തിന്നാ അയാൾക്ക് യാതൊരു വികാരമില്ല. ഇല്ലില്ല, പറയുമ്പോ തന്നെ അതാണ്. കാരണം ഞാൻ പഠിക്കുമ്പോ ഈ ചക്കരപ്പുളി ഒരു സാധനം അതിന് നീളത്തിൽ വാളംപുളി അതങ്ങനെ കുട്ടികൾ കൊടുത്തരും. അങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ തോന്നിയാൽ കിട്ടുന്ന പോലെ വായത്തിന് വലിയുണ്ട്. എന്താണ് അതിന്റെ ഒരു ടേസ്റ്റ്? അതുപോലെ ഈ തേക്കിന്റെ തളിരെടുത്തിട്ട് ഒരച്ചു കഴിഞ്ഞാൽ ചുവപ്പ് കളർ ഉണ്ടാവും. മൈലാഞ്ചിയാണെന്നുള്ള ഒരു അങ്ങനത്തെ അറിയില്ലല്ലോ. ക്യൂട്ടക്സ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ക്യൂട്ടക്സ് ഇട്ട് നഖത്തിന് തേക്കിന്റെ തൂമ്പ് അതൊക്കെ കാണുമ്പോ ചെയ്യും. ഈ സ്വർണ്ണം പൊതിഞ്ഞോണ്ട് തന്നെ റോസ് കളർ അതിങ്ങനെ വെള്ളം. അതെ അതെ, എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഒരേ കൗതുകങ്ങള്. ബാലമനസ് കുട്ടി മനസ്സൊക്കെ ഒരുപോലെ ആയതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ പറഞ്ഞാൽ തീരില്ല കേട്ടോ അത്ഭുതങ്ങള്. നമ്മൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴോ, ഇപ്പൊ സ്വർണം പൊതിഞ്ഞ കടലാസ് കാണുമ്പോ ഇപ്പോഴും ഞാൻ ആ പഴയ കാലത്തേക്ക് തേക്കിന്റെ ചെറിയ ഇതള് കാണുമ്പോ, ഓരോ സാധനം കാണുമ്പോഴും നമ്മൾ വേഗം പുറകോട്ടേക്ക് പോകും, നമ്മൾ ചെറുതാവും. ഒക്കെ മധുരിക്കുന്ന ഓർമ്മകളാണ് അല്ലേ? മറ്റേ ഗോപാലകൃഷ്ണ കോലരി ആരോ എഴുതിയ പോലെ പച്ചയായാലും ചതഞ്ഞതായാലും പങ്കിടുമ്പോഴേ പഴുത്തിരുന്നു എന്ന് പറഞ്ഞേ. കുപ്പായം ഉരിയ നെഞ്ചത്തൊലിക്കുവാൻ എത്ര രുചിത്തർക്കമായിരുന്നു, ചാറുപുരണ്ട വിരൽ തുടയ്ക്കാൻ ഒരു പാവാട കൂട്ടിനുണ്ടായിരുന്നു അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണല്ലോ കളിക്കുക. ഇന്നാണല്ലോ ഇപ്പൊ എന്താ ജെൻഡർ ഇക്വാലിറ്റി പറയുകയാണെങ്കിലും എല്ലായിടത്തും വേർതിരിവ് കാണുന്നത് അല്ലേ? പറയും തോറും ഇതേറിയാണെന്ന് തോന്നുന്നു ആ കളി അയൽവക്കത്ത്. പക്ഷെ നമ്മൾ ആണാണ് പെണ്ണാണ് അല്ലെങ്കിൽ ഉമ്മയാണ് ഉപ്പയാണ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്നാണത് ചിന്തിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് അകത്ത് കയറാനും അല്ലേ? അതെ, നമുക്കങ്ങനെ ഒരു വേർതിരിവേ ഇല്ല. ഇപ്പോഴും എനിക്ക് വീട്ടിൽ പോകുമ്പോ പണ്ടത്തെ പോലെ ആരും വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഒരു വിഷമാണ്. നിറയെ ആൾക്കാര് കണ്ട ഒരിടങ്ങള് കുറച്ച് വയറും കാണിച്ചിട്ട് തട്ടവും ഒന്നും തട്ടം ഇത്ര കാണുന്ന തട്ടാണ് ഇട. ബാക്കോട്ട് തട്ടാക്കും, സ്ലൈഡ് കുത്തിയിട്ട് തട്ടാക്കി നടക്കും. കാലൊക്കെ എത്ര വേഗം മാറിപ്പോന്നു. പക്ഷെ വല്ലാത്തൊരു എന്താ നല്ലതിലേക്കുള്ളതാണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ നമുക്ക് തോന്നൂല അല്ലേ? ആവശ്യമാണെങ്കിലും പലതും അല്ല ഇപ്പൊ ചെറിയ മാസം കുട്ടികൾ തമ്മിൽ പിന്നെ ഈ ഹിന്ദു ആണോ ഈ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് കുട്ടികൾ പരസ്പരം ചോദിക്കും. ആ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ചോദിക്കും. അതാണ് ചിന്തിക്കാൻ വയ്യ. അതെ അതെ, അതൊക്കെ പഠിപ്പിക്കുന്നില്ല. പക്ഷെ കുട്ടി സ്വയം ചുറ്റുപാടിൽ നിന്ന് അവന്റെ പരിസ്ഥിതിയിൽ നിന്ന് അത് അറിയാണ്. അല്ലാണ്ട് ഒരു അമ്മയും അച്ഛനും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവില്ല എന്നാണ് ധാരണ. അപ്പൊ അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, മുസ്ലിം ആണ് എന്ന് പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ എന്തെല്ലോ ചില കാരണങ്ങൾ കൊണ്ട് അവരിൽ ആ വേർതിരിവ് ചെറുതിലേ വരുന്നുണ്ട്. അത് എവിടുന്നാണ് എന്നുള്ളതാണ്. ഇപ്പോ കാലത്തിന്റെ ഒരു പോക്ക് അങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു നീക്കാണ് കുട്ടികളുടെ വളർച്ച. കുട്ടികളായിട്ടല്ല അവര് വളരുന്നത്. ആദ്യം പിന്നെ കുട്ടിത്തല്ല
നമുക്കൊക്കെ ഇപ്പോഴും മനസ്സിൽ കുട്ടിത്താണ്. കുട്ടിത്താണ് ശരി. പോയിട്ടില്ല. ഇല്ല, പക്ഷെ കുട്ടിത്തം നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്ക് അതിഷ്ടം അല്ലെ. ഇവരെന്താണ് കുട്ടിത്തൊന്നും കുട്ടി അനുഭവങ്ങളൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. എല്ലാം വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുന്നു, അത് പ്രയോഗിക്കുന്നു. അപ്പൊ ചിന്തകളും അവരുടെ വലുതാണ്. അതാണ് 1ഉം 2ഉം ക്ലാസ് കഴിഞ്ഞാൽ 4ആം ക്ലാസ് വരെ ഒപ്പിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വലുതായി, അവരുടെ ചിന്തകളും. പോവാതിരിക്കട്ടെ. ഇത്തരം ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്തേക്ക് പിന്നെയും പോവുള്ളൂ. പുതിയ പുതിയ ഫാഷൻ ഓർമ്മകളൊന്നും ഇല്ലാതെ ഇത്തരം ഗ്രാമ്യമായ ഓർമ്മകൾ എത്ര പറഞ്ഞാലും തീരില്ല. ഇനിയും ഓർമ്മകളൊക്കെ അയവിറക്കി വന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും തുടരും. തീർച്ചയായിട്ടും.